ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉച്ചപൂജ വെറും ഒരു ചടങ്ങല്ല, മറിച്ച് ഭക്തമനസ്സുകളിൽ ഭഗവാന്റെ ബാലലീലകൾ പുനർജനിക്കുന്ന നിമിഷമാണ്. നറുനെയ്യിൻ്റെയും തുളസിയുടെയും മണമുള്ള ശ്രീകോവിലിനുള്ളിൽ ചന്ദനവും കളഭവും ചാർത്തി നിൽക്കുന്ന ഭഗവാനെ കാണുമ്പോൾ ഓരോ ഭക്തനും ഒരു യശോദയായിട്ടാണ് മാറുന്നത്. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം എന്ന മന്ത്രധ്വനികളോടെ നമുക്ക് ആ പുണ്യരൂപത്തെ ധ്യാനിക്കാം. ഇന്നത്തെ അലങ്കാരം അതിമനോഹരായ കളഭാലങ്കാരാണ്. 1.5 വയസ്സുകാരനായ ഒരു മിടുമിടുക്കൻ ഉണ്ണിക്കണ്ണനെയാണ് ഭഗവാന്റെ ബിംബത്തിൽ ചാർത്തിയിട്ടുള്ളത്. ഇടത്തെ കാല് ഒരു വശത്തേക്ക് തൂക്കിയിട്ടിട്ട് വലത് കാല് മറുഭാഗത്തേക്ക് വെച്ച് നടുവിലൊരു വെണ്ണക്കുടവായിരിക്കുന്ന ഭാവം. ഇത് ലൗകികമായ ബന്ധനങ്ങളിൽ നിന്ന് ഭക്തരെ വിടുവിച്ച് ആനന്ദത്തിലേക്ക് നയിക്കുന്ന ഭഗവാന്റെ ലീലയാണ് സൂചിപ്പിക്കുന്നത്. വലത് കൈകൊണ്ട് വെണ്ണക്കുടം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇടത് കൈകൊണ്ട് വാരി വാരി വെണ്ണ കഴിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി. വെണ്ണ എന്ന് പറയുന്നത് എന്താണ്? ഭക്തന്റെ ശുദ്ധമായ ഹൃദയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാൻ അത് എത്രയോ ഇഷ്ടത്തോടെ, അത്രയും സ്നേഹപൂർവ്വമാണ് ഭഗവാൻ അത് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഭഗവാന്റെ അലങ്കാരങ്ങൾ നോക്കി നോക്കൂ, ആഭരണങ്ങളും ഒക്കെ നോക്കി നോക്കൂ. ആ തൃക്കാലില്, ആ തൂക്കിയിട്ടിരിക്കുന്ന തൃക്കാലില് പൊന്നിൻ തള തിളങ്ങുന്നുണ്ട്. അരയിൽ ചാർത്തിയ കിങ്ങിണിയുടെ നാദം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ആത്മീയമായ ഉണർവായിട്ട് വരികയാണ്. കഴുത്തിൽ ചേർന്ന് തിളങ്ങണ മുല്ലമുട്ടുമാലയും കൈവളകളും തോൾവളകളും ഒക്കെ ഭഗവാന്റെ ഐശ്വര്യത്തെ ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിപ്പിക്കുകയാണ്. ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന പട്ടുടുപ്പ് ഭക്തരിലേക്ക് പ്രസരിപ്പിക്കുന്ന തേജസ്സിൻ്റെ അടയാളമായിട്ടാണ്. ഭഗവാന്റെ ശിരസിൽ ചാർത്തിയിരിക്കുന്ന പൂമാലകൾ നോക്കി നോക്കൂ, എല്ലാം പ്രകൃതിയുടെ ആരാധനയാണ്. വെളുത്ത പൂക്കളും ചുവന്ന തെച്ചിപ്പൂക്കളും ചേർത്ത് അലങ്കരിച്ച 4 മാലകളാണ് കിരീടത്തിന് മുകളിലായിട്ട് ചാർത്തിയിട്ടുള്ളത്. അതായത് 4 തിരുമുടി മാലകളാണ് ഇന്ന് ഭഗവാന് ചാർത്തിയിട്ടുള്ളത്. കഴുത്തിൽ ചാർത്തിയ ഉണ്ടമാല നോക്കി നോക്കൂ, വെളുത്ത പൂക്കളും തെച്ചിയും തുളസിയും താമരയും ഒക്കെ കോർത്തിട്ടാണ് ആ ഉണ്ടമാല ഉണ്ടാക്കിയിരിക്കണേ. താമര ഹൃദയത്തെയും തുളസി ഭക്തിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിനൊക്കെ മുകളിലായിട്ട് വിധാനമായിട്ടും ഉണ്ടമാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്. വിധാനമായി ചാർത്തിരിക്കുന്നത് താമരയും തുളസിയും ചേർന്ന മാലകളാണ്. അത് ഭക്തർക്ക് ആത്മീയ സുരക്ഷയുടെ ഒരു കുടയായിട്ടാണ് മാറുന്നത് എന്നാണ്. ഭഗവാന്റെ ആ മുഖത്തുള്ള പുഞ്ചിരി ഉണ്ടല്ലോ, അതും ഗോപി തിലകവും ഒക്കെ കാണുമ്പോൾ ഭക്തർക്ക് ലോകത്തിലെ സകല ദുഃഖങ്ങളും മാറുകയാണ്, എല്ലാം മറക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മളെ മനസ്സിനെ തന്നെ ഏകാഗ്രമായിട്ട് അങ്ങോട്ട് അർപ്പിക്കാം. എന്നിട്ട് ഒരുമിച്ച് നാമം ചൊല്ലാം. ഭഗവാന്റെ രൂപം മനസ്സിൽ ഉറപ്പിച്ച് ഭക്തിയോടെ നമുക്ക് നാമം ജപിക്കാം. നമ്മുടെ ഉള്ളിലും ആ ഭഗവാൻ, ആ ഗുരുവായൂരപ്പൻ ഉണർന്നു തന്നെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.